കൊല്ലം തേവലക്കര സർക്കാർ ITIയിൽ കൂട്ടവധിയെടുത്ത അധ്യാപകർ വിട്ടുനിൽക്കുന്നത് അറ്റൻഡൻസ് ബുക്കിൽ അവധി രേഖപ്പെടുത്താതെ 12 അധ്യാപകരുള്ളിടത്ത് ക്ലാസ് എടുക്കാനെത്തിയത് 2 പേർ മാത്രമാണ്. പ്രജിത് മോഹൻ വിവരങ്ങൾ നൽകാനായിട്ട്. പ്രജിത്ത്, ഈ വിദ്യാർത്ഥികളുടെ ഭാവി പോലും നോക്കാതെ അധ്യാപകരുടെ ഈ നടപടിക്ക് പിന്നിൽ കാരണമെന്താണ്? കൃത്യമായി അലസത എന്നൊക്കെ തന്നെ പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ കുറച്ച് തുടർച്ചയായിട്ട് ഈസ്റ്ററിന്റെയും ദുഃഖവെള്ളിയുടെയൊക്കെ അവധി കഴിഞ്ഞിട്ടും ഈ അധ്യാപകർ ക്ലാസ് എടുക്കാൻ സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് നമ്മളിവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് ഈ ITIകളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസം എന്നുള്ളത് ഒഴിവാക്കണം എന്നുള്ള ആവശ്യം നേരത്തെ നിലനിൽക്കുന്നുണ്ട് വിദ്യാർത്ഥികളുടെയൊക്കെ ഭാഗത്ത്. കാരണം അധ്യാപകരൊക്കെ ഇത്തരം ദിവസങ്ങളിൽ പലപ്പോഴും അധ്യാപകർ ക്ലാസ് എടുക്കാൻ എത്താറില്ല. അതിന്റെ ഫലപ്രദമായിട്ട് ആ ദിവസം ശനിയാഴ്ച എന്നുള്ള പ്രവൃത്തി ദിവസം അവർ ഉപയോഗിക്കാറില്ല എന്നുള്ളൊരു കാരണം ചൂണ്ടിക്കാട്ടി. കാരണം പല വിദ്യാർത്ഥികൾക്കും ഇത്തരത്തിൽ അധ്യാപകരുടെ ഈ അലസത കാരണം അറ്റൻഡൻസ് ലഭ്യമാകാത്ത സാഹചര്യമൊക്കെ ചൂണ്ടിക്കാട്ടി അവർ പലപ്പോഴും സമരങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ ITIയിൽ നിലനിൽക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നത്. കാരണം 12 അധ്യാപകർ ഉള്ളിടത്ത് ഇന്ന് അവിടെ ക്ലാസ് എടുക്കാനെത്തിയത് 2 പേർ മാത്രം. പിന്നെ പ്രിൻസിപ്പളും എത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ പ്രിൻസിപ്പൽ പോലും ആ ക്യാമ്പസിലായിരുന്നു. ഒരു 10:30 വരെയൊക്കെ പ്രിൻസിപ്പൽ പോലും അവിടെ എത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു പ്രശ്നം. അതിനുശേഷം ഈ വരുന്ന വിദ്യാർത്ഥികളിൽ നല്ലൊരു ശതമാനത്തിൽ 150-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ITIയിൽ പല ബാച്ചുകളെയും അവർ തിരിച്ചയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് പ്രവൃത്തി ദിവസമാണ്. വിദ്യാർത്ഥികളെ ക്യാമ്പസിൽ നിന്ന് തിരിച്ചയക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ 100 വിദ്യാർത്ഥികൾക്ക് അവർക്ക് അറ്റൻഡൻസ് നഷ്ടമാകുന്നു എന്നുള്ളതാണ് അവിടെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. വീണ്ടും ഈ പരീക്ഷയൊക്കെ എടുക്കുമ്പോൾ അതിന്റെ ഒരു അവസാന സമയത്തൊക്കെ എടുക്കുമ്പോൾ അറ്റൻഡൻസ് എന്തുമാത്രം പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട ITIകളുടെ വിഷയത്തിൽ നേരത്തെ പലവിധ വിഷയങ്ങളൊക്കെ ഉണ്ടാകുകയും വേദിച്ച് അടക്കമുള്ള സമര സംഘടനകളൊക്കെ ഈ ITI വിദ്യാർത്ഥികളുടെ അറ്റൻഡൻസ് നഷ്ടമാകുന്നതുമായി ബന്ധപ്പെട്ട വിവിധ സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ സംഘടിപ്പിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു സമാനമായ രീതിയിൽ തന്നെയാണ് ഈ അധ്യാപകരുടെ ഈ ഒരു പ്രവൃത്തി കൃത്യമായി നടപടി നേരിടേണ്ടതാണ്. കാരണം 12 അധ്യാപകരുള്ളിടത്ത് 2 പേർ മാത്രം എത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്തുമാത്രം വലിയൊരു അലസത അല്ലെങ്കിൽ ഒരു കെടുകാര്യസ്ഥത ആ സ്ഥാപനത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളൊരു വിഷയമുണ്ട്. ഈ വിഷയത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറൊക്കെ അടക്കമുള്ളവരുടെ ഇടപെടൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത്തരത്തിലുള്ള ഇടപെടലുകളും ആവശ്യമാണ്. എന്തായാലും AVP അടക്കമുള്ള സംഘടനകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവും രേഖപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് അറ്റൻഡൻസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കാരണം ഇനി ഒരു 2-3 ക്ലാസ്സുകളിലുള്ള വിദ്യാർത്ഥികളെ തന്നെ മടക്കി അയച്ചാൽ തന്നെ 100ഓളം വിദ്യാർത്ഥികൾക്കൊക്കെ അറ്റൻഡൻസ് നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഈ അറ്റൻഡൻസ് നഷ്ടം എന്ന് പറഞ്ഞാൽ ITI വിദ്യാർത്ഥികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസാനഘട്ട ഇവാലുവേഷൻ ഒക്കെ എത്തുന്ന തീർച്ചയായിട്ടും പ്രജിത്ത്, എന്തായാലും ഈ കുട്ടികളുടെ പ്രതികരണങ്ങളും കൂടെ കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. ഞാനിപ്പോൾ നിൽക്കുന്നത് തേവലക്കര ITIയുടെ പ്രിൻസിപ്പൽ റൂമിൻ്റെ മുൻവശത്താണ്. ഇന്ന് ശനിയാഴ്ച ദിവസമാണ്. കേരള സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഇന്നിവിടെ പ്രവൃത്തി ദിവസമാണ്. രാവിലെ 8 മണിക്ക് തുടങ്ങേണ്ട ക്ലാസ്സാണ്. വിദ്യാർത്ഥികൾ കൃത്യസമയത്ത് എത്തുകയും ചെയ്തു. ഇപ്പോൾ ഇതാ സമയം 10:30 കഴിഞ്ഞിരിക്കുകയാണ് കോളേജിൻ്റെ ക്ലോക്കിൽ. ഈ 10:30 നേരത്തും ഈ ക്യാമ്പസിൽ ഒരു അധ്യാപകർ പോലും എത്തിയിട്ടില്ല. ഇതിനെ ചൂഷണം ചെയ്യാൻ ഇവിടെ ഒരു മേലധികാരികൾ പോലും ഇല്ലേ? ഇത് ഈ ക്യാമ്പസിൻ്റെ സ്റ്റാഫ് റൂമാണ്. ഒരു അധ്യാപകരും എത്താത്ത നിർഭയമായ ക്ലാസ് റൂമുകളും ക്യാമ്പസിൻ്റെ സ്റ്റാഫ് റൂമുമാണ് നമ്മൾ കാണുന്നത്. വിദ്യാർത്ഥി കൂടിയായ ആദിത്യൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആദിത്യൻ, നിങ്ങളുടെ ദുരവസ്ഥ ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ പ്രതികരണം ഞാൻ കേട്ടതായിരുന്നു. കാരണം 10:30 മണിയായിട്ട് പോലും ഒരു അധ്യാപകർ പോലും സ്റ്റാഫ് റൂമിൽ എത്തിയിട്ടില്ല. പഠനം മുടക്കിക്കൊണ്ട് ഈ തോന്നുംപടി പോലെ ചെയ്യുക തന്നെയല്ലേ അധ്യാപകർ ITIയിൽ? അതെ. നമ്മളിവിടെ സ്ഥിരവും ഇതിപ്പോ ഇന്നത്തെ ദിവസം മാത്രമല്ല, എല്ലാ ദിവസങ്ങളിലും ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നിങ്ങളിതിന് പരാതി കൊടുത്തിട്ടില്ലായിരുന്നോ? നമ്മൾ ഇവിടെ പരാതി കൊടുക്കാൻ പ്രത്യേകിച്ച് ഒരു അധ്യാപകരും ഇല്ല. ഇവിടെ നിലവിൽ പ്രിൻസിപ്പാൾ തന്നെ വരുന്നു പോകുന്നു. ഇതിന്റെ എല്ലാം ഇതിപ്പോ ഇന്നത്തെ ദിവസം മാത്രമായിരുന്നുവെങ്കിൽ നമുക്ക് പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഇത് എല്ലാ ദിവസങ്ങളും ഇങ്ങനെ തന്നെ. അതിന്റെ വ്യക്തമായ തെളിവുകൾ നമ്മൾ ഒരാഴ്ചക്ക് മുമ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചകളായിട്ട് അതിന്റെ ഫോട്ടോസും ആ ഡേറ്റും ടൈമും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഇപ്പം ഇവർ കഴിഞ്ഞ ദിവസം ഇതൊരു AVP ഭരിക്കുന്ന യൂണിയനാണ് ഇപ്പം നിലവിൽ. അപ്പോൾ ഇവിടെ നമ്മൾ യൂണിയനിൽ കിട്ടുന്നതെന്ന് വെച്ചാൽ വിദ്യാർത്ഥികൾ നമ്മളെ യൂണിയനായിട്ട് ജയിപ്പിക്കുന്നത് പരിപാടി നടത്തണം. നമ്മളിവിടെ പരിപാടി നടത്തുമ്പോൾ ഇവർ പറയുന്നത് എപ്പോഴും അങ്ങ് പരിപാടിയാണല്ലോ, പഠിക്കേണ്ടേ എന്നൊക്കെ. ഇന്നിപ്പോൾ ഈ കോളേജിൽ ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. കോളേജിലാണ് ഞങ്ങൾ. ഇവിടെ മൊത്തം 6 ബാച്ചാണ്. അതിൽ 5 ബാച്ച് ഇപ്പോൾ അടച്ചിട്ടേക്കും അധ്യാപകർ പഠിപ്പിക്കാനില്ലാത്തത് കൊണ്ട്. ഇത്രയും സമയമായിട്ട് പോലും ഒരു അധ്യാപകർ പോലും എത്തിയിട്ടില്ലേ? ഇല്ല, ആരും എത്തിയിട്ടില്ല. ഒരു പ്രിൻസിപ്പാൾ ഒരു സാറേ ഈ കോളേജിൽ ഇപ്പോൾ ഇവിടെ നിലവിലുള്ളൂ. ചോദിച്ചപ്പോൾ പറയുന്നത് ഇന്ന് ഈസ്റ്റർ ആയതുകൊണ്ടാണ്. ഈസ്റ്റർ ആയതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പഠിക്കണ്ടേ? ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ നാളെയല്ലേ? സർക്കാരിന്റെ ഈ കലണ്ടർ അനുസരിച്ചാണെങ്കിൽ ഇന്ന് പ്രവൃത്തി ദിവസമാണല്ലോ. എന്നിട്ട് അവർ പറയുന്നത് ലീവ് എടുത്തതാണ്. ഇനിയിപ്പോൾ ഓക്കെ, ലീവ് എടുത്താൽ തന്നെയാണെങ്കിൽ ഇന്ന് എന്തെങ്കിലും മറ്റു അധ്യാപകരെ ഇവിടെ എത്തിക്കുകയല്ലേ വേണ്ടത്?
അല്ലെങ്കിൽ തലേന്ന് വിളിച്ച് പറയണ്ടേ? ഒരു സർക്കാർ സ്ഥാപനത്തിൽ അങ്ങനെ വിളിച്ചു പറയേണ്ട ആവശ്യകതയില്ല. പക്ഷെ വിദ്യാർത്ഥികൾ ദൂരെ, ഇത് ഒരു IT കോളേജാണ്. ഈ വിദ്യാർത്ഥികളൊന്നും ഈ ഒരു പഞ്ചായത്തിൽ ഉള്ളവരല്ല. പല കൊല്ലം, കൊട്ടാരക്കര, കരുനാഗപ്പള്ളിക്കകത്ത് അവിടുന്ന് അത്രയും ബസ് കയറി ദൂരെ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ ബസ്സിൽ അവരെല്ലാം ഇവിടെ വന്ന് നിരാശരായിട്ട് തിരിച്ചു പോവുകയാണ്. അധ്യാപകരില്ലാത്തതുകൊണ്ട് കുറെ കുട്ടികൾ ഇവിടെ തന്നെ ഇരിക്കുകയാണ്. ഒരു ക്ലാസ്സിൽ ഒരു സർവേ ബാച്ചിലൊക്കെ അധ്യാപകരില്ല പഠിപ്പിക്കാൻ. ശരി, എന്തായാലും ആദ്യത്തിന് വളരെയധികം നന്ദി പ്രതികരിച്ചതിൽ. ഈ ആദ്യത്തിനടക്കമുള്ള വിദ്യാർത്ഥികളുടെ ഈ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ആ ഒരു വിഷമം കാണുക തന്നെ വേണം വിദ്യാഭ്യാസ വകുപ്പ് എന്നാണ് പറയാനുള്ളത്. ഒപ്പം ഈ വിദ്യാഭ്യാസ സംഘടനകളുടെ നേതൃത്വത്തിലും അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. വലിയൊരു കൃത്യവിലോപം തന്നെയാണ് കൊല്ലം തേവലക്കര സർക്കാർ ITAയിൽ ഉണ്ടായിരിക്കുന്നത്. കൂട്ട അവധി എടുത്തിരിക്കുകയാണ് അധ്യാപകർ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അവധിയാണ്. അതിനുശേഷം ഇന്ന് ഇത്രയും സമയമായിട്ടുകൂടി 12 മണിയോടുകൂടി അടുക്കുകയാണ്. അപ്പോഴും അവിടെ പ്രിൻസിപ്പൽ അടക്കമുള്ളവർ എത്തിയിട്ടില്ല എന്നുള്ളത് ഗുരുതരമായ ഒരു കൃത്യവിലോപം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ അധ്യാപകർ വിട്ടു നിൽക്കുന്നത് പോലും അറ്റൻഡൻസ് ബുക്കിൽ അവധി രേഖപ്പെടുത്താതെയാണ് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ.